നമ്മുടെ വാട്സപ്പ് സർവീസ് ആയിട്ടുള്ള ആസ്ക് പിമങ്കിലേക്ക് ഈ അടുത്ത് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 25 ലക്ഷം രൂപയാണ് അദ്ദേഹം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് 10 ലക്ഷം ഇപ്പോൾ ലാഭമുണ്ട്. അതായത് അദ്ദേഹത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് 35 വർദ്ധിച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് അടുത്തൊരു 2 വർഷത്തേക്ക് അതിൽ നിന്നൊരു 15 ലക്ഷം രൂപ ആവശ്യമുണ്ട്. അപ്പോ എന്താണ് ചെയ്യാനുള്ള മാർഗം, എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. 2 ഓപ്ഷനുകളാണ് സാധാരണ നിലയ്ക്ക് ആളുകൾ ചിന്തിക്കുക, അല്ലെ? ഒന്ന്, ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപയ്ക്കുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഇപ്പോൾ റീസെന്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടിനെ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തുകൊണ്ട് ലോൺ എടുക്കുക, അല്ലെങ്കിൽ ലോൺ അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയും. അപ്പൊ ഇന്ന് ഈ 2 ഓപ്ഷനുകളും കമ്പയർ ചെയ്യുകയും അതിൽ ഏത് ഓപ്ഷനാണ് നല്ലത്, അതുപോലെ തന്നെ ആ ഓപ്ഷന്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമങ്ക് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഒന്നാമത്തെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളുടെ 35 ലക്ഷം രൂപ ഇപ്പോൾ വിലയുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് 15 ലക്ഷം രൂപ പിൻവലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് പരിചയപ്പെടാം. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ എപ്പോഴായാലും നമ്മൾക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകൾ, അല്ലെങ്കിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളാണ് പിൻവലിക്കപ്പെടുക എന്നുള്ള അറിയാലോ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് നമ്മൾ എന്ന് തുടങ്ങിയോ അന്ന് മുതലുള്ള യൂണിറ്റുകളാണ് പിൻവലിച്ചു വരിക. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇദ്ദേഹത്തിന്റെ ആവശ്യം നോക്കിയപ്പോൾ 35 ലക്ഷം രൂപ അയാളുടെ കയ്യിലുണ്ട് മ്യൂച്വൽ ഫണ്ടായിട്ട് എന്നുണ്ടെങ്കിലും, നമ്മൾ പിൻവലിക്കുന്നത് 15 ലക്ഷം രൂപയിൽ ആദ്യത്തെ ഒരു 10 ലക്ഷം അദ്ദേഹത്തിന്റെ മുതലും ഒരു 5 ലക്ഷം അദ്ദേഹത്തിന് അതിൽ നിന്ന് കിട്ടിയ ലാഭവുമാണ്. അതായത് പല മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അതിൽ നിന്ന് അദ്ദേഹം വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില മ്യൂച്വൽ ഫണ്ടുകൾ വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ 10 ലക്ഷം രൂപ മുതലും 5 ലക്ഷം രൂപ അതിൽ നിന്ന് കിട്ടിയ ലാഭവുമാണ്. അപ്പൊ ഈ 10 ലക്ഷം രൂപ തിരികെ എടുക്കുന്നതിന് വേറെ ടാക്സ് ഒന്നുമില്ല, മാലകളൊന്നുമില്ല. മ്യൂച്വൽ ഫണ്ടുകൾ പിൻവലിക്കുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടിയ ലാഭത്തിന് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് ഇദ്ദേഹം പിൻവലിക്കാനായിട്ട് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിനുള്ളിൽ പിൻവലിക്കുന്ന തുകയ്ക്ക് 20% ലാഭത്തിന്മേൽ ടാക്സ് കൊടുക്കുകയും ഒരു വർഷത്തിന് ശേഷമുള്ള തുകയ്ക്ക് 12.5% ലാഭത്തിന്മേൽ ടാക്സ് കൊടുക്കുകയും വേണം എന്നുള്ളതാണ് നിങ്ങൾക്ക് അതിന്മേൽ മനസ്സിലാക്കാനുള്ള റൂൾ. അപ്പോൾ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 10 ലക്ഷം മുതൽ പോയി, അതിൽ നിന്ന് 3 ലക്ഷം രൂപ അദ്ദേഹത്തിന് ലാഭമായിട്ട് കിട്ടിയത് ഒരു വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത യൂണിറ്റുകളിൽ നിന്നുള്ള ലാഭമാണ്. ആ 3 ലക്ഷത്തിൽ തന്നെ നമ്മൾക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരാൾക്ക് 1.25 ലക്ഷം രൂപ വരെ ടാക്സ് കൊടുക്കാതെ രക്ഷപ്പെടാമെന്നുള്ള ക്ലോസ് കൂടെ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 3 ലക്ഷത്തിൽ നിന്ന് 1.25 ലക്ഷം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1.25 ലക്ഷം 1.75 ലാക്സിന്റെ 12.5% കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 22,500 രൂപയോളം വരും. അതുപോലെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട്, അതായത് ഒരു വർഷത്തിനുള്ളിൽ നിക്ഷേപിച്ച് കിട്ടിയ ലാഭം ഏകദേശം 2 ലക്ഷം രൂപ കാണിക്കുന്നുണ്ട്. ആ 2 ലക്ഷം രൂപയുടെ 20%, അതായത് 40,000 രൂപ അതിനും ടാക്സ് കൊടുക്കണം. അപ്പൊ ടോട്ടൽ എത്ര ടാക്സ് കൊടുക്കണം? 40,000 ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും 22,500 രൂപ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും അടക്കം ഏകദേശം 63,000 രൂപയോളം ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ വരുന്ന ഒരു നഷ്ടം. ഈ ടാക്സ് കൊടുക്കുന്നതല്ല മെയിൻ ആയിട്ടുള്ള നഷ്ടം, അത് നിങ്ങൾക്ക് ഞാനൊരു കാൽക്കുലേഷൻ വഴി കാണിച്ചു തരാം. അപ്പൊ 35 ലക്ഷം രൂപ അടുത്തൊരു 20 വർഷത്തേക്ക് 12% വെച്ച് വളരുകയാണ് എന്നുണ്ടെങ്കിൽ 3,37 ലക്ഷം രൂപയായിട്ട് വർദ്ധിക്കും. അതേസമയം തന്നെ ഇദ്ദേഹം 15 ലക്ഷം രൂപ 2 വർഷത്തേക്ക് ഇതിൽ നിന്ന് പിൻവലിച്ച് 2 വർഷത്തിന് ശേഷം 35 ആക്കി തുടർന്നു കൊണ്ടുപോയാൽ അദ്ദേഹത്തിന് ഏകദേശം 3,07 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. കാരണം എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോഴുള്ള 35 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷം പിൻവലിച്ചു കഴിഞ്ഞാൽ 20 ലക്ഷം മാത്രമേ 12% നിരക്കിൽ അടുത്ത 20 വർഷത്തേക്ക് വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെ വരുന്ന തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.92 കോടിയാണ്. അതേപോലെ തന്നെ 2 വർഷം ഇദ്ദേഹം ഈ ലോണായിട്ട് എടുക്കുന്ന ഈ തുക, അല്ലെങ്കിൽ ഇദ്ദേഹം അതിൽ നിന്ന് പിൻവലിക്കുന്ന തുക 2 വർഷം കഴിഞ്ഞ് ഇത് തിരിച്ചടച്ചു കഴിഞ്ഞാൽ 18 വർഷത്തേക്ക് ആ തുക 15 വർഷം 12% രീതിയിൽ വളർന്നാൽ തന്നെയും അത് 1.15 കോടി രൂപയായിട്ട് വർദ്ധിക്കും. അതായത് ലോൺ എടുത്ത തുക തിരിച്ചടച്ച് അത് 18 വർഷം വളർന്നാൽ 1.15, ഇപ്പോഴുള്ള ബാക്കിയുള്ള 20 ലക്ഷം രൂപ 20 വർഷം വളർന്നാൽ 1.92 കോടി രൂപയും അടക്കം 3,07 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പണം പിൻവലിക്കാതെ തുടർന്നു പോയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ 3.37 കോടി രൂപ കിട്ടുന്നിടത്ത് 3.07 കോടി രൂപയാണ് കിട്ടുന്നത്. അതായത് 30 ലക്ഷം രൂപ ഈ ഒരു 2 വർഷം ഇങ്ങനൊരു
സംഗതി പിൻവലിച്ച് നമ്മൾ തിരികെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. വെറും 2 വർഷത്തേക്കുള്ള ഗ്യാപ്പ് തന്നെ 30 ലക്ഷം രൂപ നമുക്ക് നഷ്ടം വരുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ഓപ്ഷൻ 2 എന്ന് പറയുന്ന ലോൺ എഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ബെറ്റർ ആണ് എന്ന് പറയുന്നത്. ലോൺ എഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്വർണത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് നമ്മൾ പണം വാങ്ങാറുണ്ട് അല്ലെ. അതുപോലെ നമ്മുടെ കയ്യിലുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ പണയമായി കൊടുത്തുകൊണ്ട് ഒരു നിശ്ചിത പലിശ നമ്മൾ എടുക്കുന്ന കാലത്തേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ പണം വാങ്ങുക എന്നുള്ളതാണ് ലോൺ എഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു റേറ്റ് അനുസരിച്ച് 9% മുതൽ 12% വരെയാണ് പല ബാങ്കുകളും പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ലോൺ എഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിന് ചാർജ് ചെയ്യുന്നത്. ലോൺ എഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഇപ്പോൾ സാധാരണ ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ കൊടുക്കുന്നുണ്ട്, പല സ്ഥാപനങ്ങളും കൊടുക്കുന്നുണ്ട്. അത് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ അവരുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. അതായത് നമ്മളുടെ യൂണിറ്റുകൾക്ക് ഒരു ലീൻ മാർക്ക് ചെയ്യുക എന്ന് പറയും. അതായത് നമ്മളുടെ യൂണിറ്റുകൾ പ്ലെഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് അവരറിയാതെ ആ യൂണിറ്റുകൾ വിൽക്കാൻ പറ്റില്ല. ഏത് യൂണിറ്റുകൾക്ക് എഗെയിൻസ്റ്റ് ആണോ നമ്മൾ ലോൺ എടുത്തിട്ടുള്ളത് അത് മാത്രം നമുക്ക് വിൽക്കാൻ പറ്റില്ല. ബാക്കി നമ്മൾക്ക് യൂണിറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം വിൽക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെ നമ്മൾ ലോൺ എടുത്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ അതിൻ്റെതായിട്ടുള്ള ലാഭം തുടർന്ന് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോ ആക്ച്വലി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് ലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾക്ക് തരാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് അല്ലെങ്കിൽ എലിജിബിലിറ്റി ലിമിറ്റ് എത്രയാണെന്നുള്ളത് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യും. അതിനുശേഷം നമ്മൾക്ക് ആവശ്യമുള്ള തുക എത്രയാണ് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുന്നതിനനുസരിച്ച് അതിന് വേണ്ട യൂണിറ്റുകൾ നമുക്കിപ്പോ 1 കോടി രൂപയുടെ ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപമുണ്ട്, നമുക്ക് ആകെ വേണ്ടത് 10 ലക്ഷമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിലപ്പോൾ 1-2 സ്കീമുകൾ മാത്രം പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള എമൗണ്ട് ഒരു ക്രെഡിറ്റ് ലൈൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തു തരും. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള തുക മാത്രം, നമുക്ക് 10 ലക്ഷം രൂപ ലോൺ അനുവദിച്ചാലും നമുക്ക് 1 ലക്ഷം വേണ്ടുമെന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തിന് മാത്രം ലോൺ എടുക്കാം. ആ ലോൺ എടുത്ത തുക എത്ര കാലത്തേക്കാണ് നിന്നത് ആ സമയത്തേക്ക് ഉള്ള തുകയ്ക്ക് മാത്രം നമ്മൾ ലോണിന്റെ പലിശ അടയ്ക്കുക. പലിശ ഏകദേശം ഇപ്പൊ ഒരു 10-10.5% കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഒരു പേഴ്സണൽ ലോണിനേക്കാൾ മെച്ചമായിട്ടും ഗോൾഡ് ലോണിന്റെ ഒക്കെ ഏകദേശം ഒരു റേറ്റിലേക്കും ഒക്കെയാണ് വരുന്നത്. ഇവിടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ മിക്കവാറും പ്രോസസ് എല്ലാം തന്നെ ഓൺലൈനായിട്ട് ഇപ്പോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പല പ്ലാറ്റ്ഫോമുകളുണ്ട്. ഏത് പ്ലാറ്റ്ഫോം ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കാം. ഇതിൽ 1-2 ക്യാച്ചുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളുടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടോട്ടൽ വാല്യൂവിന്റെ 50% മാത്രമേ മാക്സിമം ലോൺ കിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ 1 കോടി രൂപയുടെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാണ് എന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപയുടെ വരെ മാത്രമേ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. അതേസമയം നിങ്ങളുടെ ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളാണ് നിങ്ങളുടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ 1 കോടി രൂപ ഉണ്ടെങ്കിൽ 75-80 ലക്ഷം രൂപ വരെ 75-80% വരെ നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോൺ നമ്മൾ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ലോണിന് നമ്മൾ എലിജിബിലിറ്റി സെറ്റ് ചെയ്ത് നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ റെഡി ആവുമ്പോൾ നമ്മൾക്ക് ഒരു നിശ്ചിത തുക, പല പ്ലാറ്റ്ഫോമിലും പല ഫീസാണ് ചാർജ് ചെയ്യുക. 1000 രൂപ പ്ലസ് GST ആണ് കോമൺ ആയിട്ട് കാണുന്നത്. അതായത് ഏകദേശം 1200 രൂപ നമ്മൾക്കൊരു പ്രോസസിംഗ് ചാർജ്, 1 ടൈം പ്രോസസിംഗ് ചാർജ് വേണ്ടി വരും. അത് മൊത്തം ലോൺ എടുക്കുന്ന കാലയളവിനുള്ള പ്രോസസിംഗ് ചാർജാണ്. ഇത് കൂടാതെ ആകെ വരുന്നത് നമ്മൾ ഈ എടുക്കുന്ന തുകയ്ക്ക് നമ്മൾ പലിശ കൃത്യമായിട്ട് മാസം അടയ്ക്കണം എന്നുള്ളതാണ്. കൃത്യമായിട്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പെനാൽറ്റികൾ വരും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ആകെ പേടിക്കേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ വേറൊരു ഹിഡൻ ചാർജസും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പ്രോസസിംഗ് ഫീസ് ഫസ്റ്റ് ടൈമും പിന്നെ നമ്മൾ എടുക്കുന്ന തുകയ്ക്ക് എടുക്കുന്ന സമയത്തേക്കുള്ള പലിശയും എന്നുള്ളതാണ്. മാസം അടയ്ക്കേണ്ട സ്കീമാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മാസം അടച്ചില്ല എന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു കാരണവശാലും നമ്മളുടെ യൂണിറ്റുകൾ നമ്മൾ അറിയാതെ വിൽക്കുകയോ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അതിനെ ഹോൾഡ് ചെയ്യുകയൊന്നും ചെയ്യില്ല. നമ്മൾ ലോൺ എടുക്കുമ്പോൾ ലോൺ തുകയ്ക്ക് ആവശ്യമായിട്ടുള്ള യൂണിറ്റുകൾ ഹോൾഡ് ചെയ്യും അല്ലെങ്കിൽ പ്ലെഡ്ജ് ചെയ്യും. നമ്മൾ ലോൺ അടച്ചു തീർന്നു കഴിഞ്ഞാൽ ആ പ്ലെഡ്ജ് ഒഴിവാക്കി ഫുൾ അത് നമ്മളുടെ കൺട്രോളിലേക്ക് വരികയും ചെയ്യും. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡീല് ചെയ്യുന്നത് ട്രാൻസ്പെറന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമുമായിട്ടാണ് എന്നുള്ളത് വേണം. എന്ത് പാരാമീറ്റേഴ്സ് വെച്ച് നോക്കിയാലും നമ്മൾ മ്യൂച്വൽ ഫണ്ട് വിറ്റ് ഒരു കാര്യം നടത്തുന്നതിനേക്കാൾ ലാഭമാണ് ഈ മ്യൂച്വൽ ഫണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ എടുക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു
പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ 3-4 വർഷത്തിന് കഴിഞ്ഞിട്ട് ഒരു ആവശ്യം വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ അതിനനുസരിച്ചുള്ള നിക്ഷേപങ്ങളിലും നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ ആ സമയത്ത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കാമെന്ന് ചിന്തിക്കുന്നത് അത്ര നല്ലൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ അല്ല. പക്ഷെ തീരെ പറ്റാത്ത സിറ്റുവേഷനിൽ നമുക്ക് പേഴ്സണൽ ലോൺ എടുക്കാൻ പോയ 15, 16, 18% ഒക്കെ പലിശ വരും. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ 20-25% പലിശ വരും. പല സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഗോൾഡ് ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ 20% പലിശ വരും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കിട്ടുന്ന ലോൺ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളുടെ വില കുറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ എലിജിബിലിറ്റി എമൗണ്ടും കുറയുമെന്നുള്ളതാണ്. അതായത് 1 കോടി രൂപയുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നിങ്ങൾക്കുണ്ട്, അത് പ്ലെഡ്ജ് ആണ് ചെയ്തിട്ടുള്ളത്, 50 ലക്ഷം രൂപ നമുക്ക് ലിമിറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ടുകളുടെ വില കുറയുന്നതിന്റെ ഭാഗമായിട്ട് ഇത് ടോട്ടൽ വില 80 ലക്ഷമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എലിജിബിലിറ്റി 40 ലക്ഷമായിട്ട് കുറയും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു മാർക്കറ്റ് റിസ്ക് ഇതിനുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെറിയ എമൗണ്ടുകളൊക്കെ ലോൺ എടുക്കാനായിട്ടായിരിക്കും ഈ ലോൺ അഗെയിൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് നന്നാവുക. 3 സ്റ്റെപ്പുകളാണ് സാധാരണ പ്ലാറ്റ്ഫോമുകളിൽ കണ്ടിട്ടുള്ളത്. ഒന്ന്, നമ്മളുടെ പാൻ നമ്പറും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾക്ക് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ് എന്നുള്ളത് അവർ കണ്ടുപിടിക്കും. അതിനുശേഷം അത് പ്ലെഡ്ജ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ ആവശ്യമുള്ള എമൗണ്ട്, ക്രെഡിറ്റ് ലൈൻ എത്രയാണെന്ന് തീരുമാനിക്കണം. അതിനുശേഷം ആവശ്യമുള്ള എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾക്ക് ആ എമൗണ്ട് നമ്മുടെ ബാങ്കിലേക്ക് വരികയും അതിന് നമ്മൾ മാസാമാസം പലിശ കൊടുക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. ഈ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് പല ആപ്ലിക്കേഷനുകളും ഫോളോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ ചാർജുകൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. എൻ്റെ ഒരു അറിവിൽ മിക്കവാറും എല്ലാ പ്ലാറ്റ്ഫോമുകളും ഒരു പ്രോസസിംഗ് ചാർജ് മാത്രമാണ് സ്വീകരിക്കുന്നത്. അല്ലാതെ ചാർജുകൾ സ്വീകരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രം ചെയ്യുക. എല്ലാ കാര്യങ്ങൾക്കും ഉള്ളതുപോലെ കള്ളനാണയങ്ങളും കള്ള ആപ്ലിക്കേഷനുകളും ഇതിലുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഇതുമായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോകളാണ് അവിടെ കാണുന്നത്. കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.